മലയാളത്തിൽ അയാൾ കഥ എഴുതുകയാണ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ പാട്ടുരംഗത്ത് കുറച്ച് ഡാൻസുകാരികൾ വരുമ്പോൾ മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും രണ്ടുപേരിരുന്ന് എന്തെങ്കിലും പാടാൻ തുടങ്ങിയാൽ എല്ലാവരും കൂടി നിരന്നിങ്ങ് വരും, വീടിപ്പൊടി എന്ന് പറഞ്ഞ് മോഹൻലാൽ ഓടിക്കുന്നതാണ് ആ രംഗം. അത് സിനിമയിലെ ഒരു രംഗമായിരുന്നെങ്കിൽ ഇന്ന് ഇതിന് സമാനമായ രീതിയിൽ മരണമെന്നോ മറ്റ് ക്ഷണിക്കപ്പെടുന്ന ഇടമാണെന്നോ അല്ലെങ്കിൽ എന്താണ് ചടങ്ങെന്നോ യാതൊരു വകതിരിവുമില്ലാതെ കുറേ പരമനാറികൾ എവിടെയെങ്കിലും ഇതുപോലെയുള്ള പരിപാടി ഉണ്ടെങ്കിൽ ക്യാമറയും എടുത്തുകൊണ്ട് ഇറങ്ങി അവിടെ ഓരോ സ്ഥലത്തും ചെന്ന് നിന്ന് ആ സ്ഥലത്തിൻ്റെ ഔചിത്യം പോലും മനസ്സിലാക്കാതെ കാണിക്കുന്ന തോന്നിയാസങ്ങൾ, അത് ദൃശ്യവൽക്കരിച്ച് എല്ലാവരെയും കാണിക്കുന്നതിലൂടെ വരുമാനം കണ്ടെത്തുന്ന നിനക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ മരണവീടുകളിലൊക്കെ പോയി ഇങ്ങനെ കാണിക്കുന്നതിനേക്കാൾ നല്ലത് വൈകുന്നേരങ്ങളിലും പകലുകളിലുമൊക്കെ എത്രയോ ആളുകളാണ് മാന്യമായി സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാൻ നടക്കുന്നത്. അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചൂടെ? ഇത് ന്യായമായി ചോദിക്കേണ്ടി വന്നു പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? സലീം കുമാർ എന്ന് പറയുന്ന ഒരു നടൻ, ഒരു സാധാരണ മനുഷ്യൻ, കുടുംബത്തോടൊപ്പം ഏറ്റവും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ട ആ മനുഷ്യൻ്റെ മകന് തൻ്റെ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ഒരു സാമാന്യ നീതിയോടെ, ഒരു വികാരപരമായ മാനസികാവസ്ഥയോടെ നിർവഹിക്കാൻ കഴിയാത്തവണ്ണം അവൻ്റെ കൈകൾക്കിടയിലും കാലിൻ്റെ ഇടയിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും ക്യാമറ തൂക്കിയിട്ട് ആ സമയത്ത് അനന്തുവിൻ്റെ അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കുന്ന കുറേ നീലക്കുയിലന്മാരും മഞ്ഞക്കുയിലന്മാരും ചുവപ്പ് കുയിലന്മാരും അടങ്ങുന്നവരുടെ നിര കാണിക്കുന്ന ഈ പ്രവൃത്തിയുടെ ഏറ്റവും മാരകമായ ദൃശ്യമാണ് കണ്ടത്. ഔചിത്യബോധമോ തിരിച്ചറിവോ ലെവലേശമില്ലാതെ ഈ പ്രവൃത്തികൾ കാണിക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുടെ ഇടപെടലുകളുടെ കാഠിന്യം ഓരോ ദിവസം വരുമ്പോഴും കൂടിക്കൂടി വരികയാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മുഖ്യധാര വ്യക്തിത്വങ്ങളും വിലക്കെടുത്ത് ഇവരുടെയൊക്കെ പലതിലൂടെയും പലതും കാണിപ്പിച്ച് വളർത്തി വലുതാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മോശവും നീചവും നികൃഷ്ടവുമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. സത്യത്തിൽ എവിടെയെങ്കിലും ഒരു കുഴി കുഴിച്ച് അതിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ നിർത്തിയ ശേഷം തെല്ലി ആ കുഴിയിലേക്ക് ഇടേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തോ ഒരു നാറിത്തരമാണ് ഇവനൊക്കെ. എന്ത് ബ്ലോഗർമാരാണ്, അല്ലെങ്കിൽ എന്ത് ഇതാണ് ആ മരണവീടുകളിൽ വരുന്ന ഓരോരുത്തർക്കും. പണ്ട് ഇതുപോലെയായിരുന്നു. സിദ്ദീഖ് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അയാൾ ഒഴിവിൽ ശോഭിക്കേണ്ടി വന്നു ഈ പറഞ്ഞതുപോലെയുള്ള ഉണ്ടാക്കലുകൾ കണ്ടിട്ട്. ഇത്ര വൃത്തികെട്ടവന്മാർ യഥാർത്ഥത്തിൽ പോലീസിനെയോ അതുപോലുള്ള ഒരു സംഘത്തെയോ നിയോഗിച്ച് മേലിൽ ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഇവരെ നീക്കം ചെയ്യേണ്ടതാണ് ആവശ്യം. അതിനിടയ്ക്ക് വേറൊരുത്തൻ്റെ ഇംഗ്ലീഷ് മീഡിയം പണി കണ്ടില്ലേ? മുഖ്യമന്ത്രി വരുമ്പോൾ മരണത്തിന് വരികയാണ്, പറവൂരാണ്, അയാളുമായി ആത്മസൗഹൃദം, മുഖ്യമന്ത്രിയുമായി ആത്മസൗഹൃദമുള്ള ആളാണ്. അത് വികാരപരമായി പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി വരുന്നത്. അവിടെ ഒരുത്തൻ ഇതും കൊണ്ട് നിൽക്കുക കഴുത്തേലോട്ട് ഇട്ട് കൊടുക്കാൻ. എടാ, അത് ആ കഴുത്തേലോട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത്, ഈ പ്രവൃത്തിയേക്കാൾ നല്ലത് നീ അതെവിടെങ്കിലും കെട്ടിത്തൂങ്ങി ചാവ് പോയി. അതല്ലേ നല്ലത്? ഇത്ര ഔചിത്യമില്ലാത്ത കാളകളുടെ ദൃശ്യക്കൂട്ടമായി ഇത് മാറുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്, വല്ലാത്ത വിഷമം.